നിങ്ങൾ ആഡം സ്മിത്ത്, സ്മിത്ത് വെൽത്ത് അല്ലെ, ആഡം സ്മിത്തിന്റെ ആ സ്മിത്ത് ഇന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യണം? വെൽത്ത് കണക്ട് ചെയ്യണം. അത് മാത്രം കിട്ടിയാൽ മതി. ആഡം സ്മിത്തിന്റെ ആ സ്മിത്ത് വെൽത്ത്. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം ഇനി ഈസിയാണ്, എൻക്വയറി ഇൻ ദി നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ അല്ല, വെൽത്ത് ഓഫ് നേഷൻ അവിടെ തന്നെ ഉണ്ട്. ഇനി പഠിച്ചു വെക്കേണ്ടത് 1776. ഇനി ആൽഫ്രഡ് മാർഷൽ, മാർഷൽ വെൽഫെയർ. ഇപ്പോ ഈ എല്ല്, ഈ മാർഷൽ വെൽഫെയർ അല്ലെ, മാർഷൽ ആ എല്ല് വെല്ല് ഒക്കെ ആയിട്ട് ആ പേര് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ മാർഷൽ വെല്ല്, മാർഷൽ വെൽഫെയർ അല്ലെ. ഇപ്പൊ നല്ല വെൽഫെയർ ഒക്കെ ഉണ്ടാവണമെങ്കിൽ, നല്ല ക്ഷേമത്തിലൊക്കെ ഒരാൾക്ക് നല്ല ജീവിച്ചു പോകണമെങ്കിൽ, അദ്ദേഹത്തിന് നല്ല ക്ഷേമം വേണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനൊക്കെ നല്ല പ്രിൻസിപ്പിൾസ്, നല്ല തത്വങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു ക്ഷേമത്തിലേക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ, നല്ല വെൽഫെയർ ആയിട്ടൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത്, പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. അപ്പൊ നമ്മുടെ ഈ ഒരു മാർഷൽ നല്ല തത്വങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ വളരെ ഒരു ക്ഷേമത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ തത്വങ്ങൾ അങ്ങനെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല വെൽഫെയറിൽ അദ്ദേഹം ജീവിക്കുന്നു. അപ്പൊ മാർഷൽ വെൽഫെയർ തത്വങ്ങൾ, മാർഷൽ വെൽഫെയർ പ്രിൻസിപ്പിൾ. ഇപ്പൊ മാർഷൽ വെൽഫെയർ നമുക്ക് കണക്ട് ചെയ്യാം. നല്ല പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ള ആളാണ് മാർഷൽ. അതുകൊണ്ടാണ് അദ്ദേഹം നല്ല വെൽഫെയറിൽ അദ്ദേഹം ജീവിക്കുന്നത്. 1890 1890. ലേണർ റോബിൻസ്, റോബിൻസ് സ്കേഴ്സിറ്റി. ഇത് നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ റോബറി എന്നൊക്കെ കേട്ടില്ലേ? റോബറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ പിടിച്ചുപറിക്കാർ, കള്ളന്മാര്, മോഷ്ടാക്കൾക്കൊക്കെയാണ് ആയിരുന്നു റോബറി. ഇവരെപ്പോഴും റോബറി അവർ ചെയ്യാം. സ്കേഴ്സിറ്റി, അവർക്ക് സ്കേഴ്സിറ്റി, അവർക്ക് പണം തികയാതെ വരുമ്പോൾ, പണം തികയാതെ വരുന്നതിനാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് ഈ റോബേഴ്സിന് പണം തികയാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? അവര് അവർ റോബറിക്ക് ഇറങ്ങും. അദ്ദേഹത്തിന്റെ പുസ്തകം കണക്ട് ചെയ്യണം, ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. അല്ലെങ്കിൽ ഈ നമ്മൾ റോബിനും സ്കേഴ്സിറ്റിയും കണക്ട് ആവുമല്ലോ. അല്ലെങ്കിൽ റോബിൻ ഒരു എസ്സേ എഴുതി, പക്ഷേ എസ്സേ എഴുതിയ വിഷയം സ്കേഴ്സിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ എസ്സേ വളരെ ചെറിയ എസ്സേ ആയിരുന്നു, വളരെ സ്കേഴ്സ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് എഴുതിയത്, റോബിൻ എഴുതിയത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സ്കേഴ്സിറ്റി മാർക്കരുത്, ആരാണ്? റോബിനാണ്. ഇനി എന്നത് പബ്ലിഷ് ചെയ്തത് 1932. ഇപ്പോൾ സാമുവൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ അല്ലെങ്കിൽ നോക്കുക, സൺ വളർന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സാമുവൽസന്റെ സണ്ണും ഗ്രോത്തും. സണ്ണ് വളർന്നു അല്ലെ, സണ്ണ് വളർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സാമുവൽസൺ ഗ്രോത്ത്, അല്ലെങ്കിൽ സാമുവൽസൺ എക്കണോമിക്സ് ഒക്കെ പഠിച്ച് ആ വിഷയത്തിൽ ഒരുപാട് അദ്ദേഹം വളർന്നു, ഉയർച്ച ഉണ്ടായി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു അവസാനത്തെ ഡെഫിനിഷൻ നിങ്ങൾക്ക് വെറും എക്കണോമിക്സ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് സാമുവൽസന്റെ പുസ്തകം എക്കണോമിക്സ്. അപ്പോൾ നമ്മുടെ സണ്ണ് ഗ്രോത്ത്, അതാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ട സംഭവം. പിന്നെ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ എക്കണോമിക്സ് ആയിട്ട് കണക്ട് ചെയ്യാം, പോലെ സാമുവൽസിനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സണ്ണ് വളർന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, സണ്ണ് ഗ്രോത്ത്. പിന്നെ ഇവിടെ 1964 അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 32 ലേണർ റോബിൻസൺ എസ്സേ ഓൺ ദ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. പിന്നെ ഒരു 32 വർഷം കഴിഞ്ഞപ്പോൾ 1964 പോലെ സാമുവൽ സൺ ഗ്രോത്ത്, വളർച്ചാ നിർവചനം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ഓക്കെ.